നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുതിരപ്പുഴുക്കാണ്. മുതിര വറുത്തതിന് ശേഷം കഴുകി പാകത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 5 ഗ്ലാസ് വെള്ളം വെക്കണം. ഇത്രയും മുതിര, ഒരു 2 ഗ്ലാസ് 1.5 ഗ്ലാസ് മുതിര വെക്കുമ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളം വെക്കണം. എന്നിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം സിമ്മിലിട്ട് കൊടുത്ത് വീണ്ടും ഒരു 4 വിസിലടുപ്പിച്ചാൽ മുതിര നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, ചെറുപയറിനെക്കാട്ടെല്ലാം നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടും. ചിലവരിത് വേവാത്തൊരു സാധനമാണെന്ന് വെച്ചിട്ട് കറി വെക്കൽ കുറവാണ്. വേവിച്ച് എടുത്തതാണിത്. അതിന് വേണ്ടത് മുതിര പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു വലിയ ഉള്ളി എടുത്തിന്, പിന്നെ കടുകെല്ലാം വറക്കണം. ഈ തേങ്ങ ഒന്ന് ചതക്കണം. ചതക്കാണ്ട് ചേർക്കുന്നതിന് പ്രശ്നമില്ല. ഞാൻ ചെറുങ്ങനെ ഒന്ന് ചതക്കിയിട്ടാണ് ചേർക്കുന്നത്. കുക്കറിലാണ് പുഴുക്കുണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുക്കാം. ഈ മുതിരക്കറി വറക്കാതെ വെക്കാൻ പാടില്ല. പിന്നെ അരിക്കുകയും വേണം. ചില മുതിരയിൽ കല്ലുണ്ടാവും. വറുത്ത് നല്ല പൊട്ടി വരുന്ന സമയത്ത് ഓഫാക്കുക സ്റ്റൗ. വറക്കാതെ ടേസ്റ്റ് ഉണ്ടാവില്ല. വറുക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലായാൽ മതി. ഇങ്ങനെ ചുവന്നാൽ മതി. ഇനി മുതിര ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ചേർത്തിട്ടില്ല. 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിന്. ഇതിൻ്റെ പരിപ്പെടുത്തിട്ടൊരു കറിയുണ്ട്, നല്ല ടേസ്റ്റാണ്. കുരുമുളകെല്ലാം അരച്ച് തിളക്കാൻ തുടങ്ങിയതിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചതച്ച തേങ്ങ ചേർത്ത് കൊടുത്തു. ഈ തേങ്ങ ചതക്കണം നിർബന്ധമില്ല. ചിരകിയിട്ടൊന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് പുഴുക്കിന് സാധാരണ ഇടല്. ഞാൻ ചള്ള് തേങ്ങയായതുകൊണ്ടൊന്ന് ചതക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. ചെറുപയറിനെക്കാട്ടിയും ഈ വൻപയറിനെക്കാട്ടിയെല്ലാം നല്ല ഒരു പുഴുക്കാണ്. ഇത് തിളക്കണം, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് ചൂടിന് വേഗം കേടായിപ്പോവും. ഏകദേശം തിളച്ചു. കറി റെഡിയായി. പുഴുക്കിൻ്റെ കൂടെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ, കനലിച്ചുട്ട 2 ഉണക്കമുളക്, 3 ചെറിയ ചുവന്നുള്ളി, ഉപ്പ്, ഒരരി വെളുത്തുള്ളി. മിക്സിയിൽ നിന്ന് ഒന്നടിച്ച് എടുക്കും. നമ്മുടെ ഇന്നത്തെ കഞ്ഞി, മാങ്ങ ചമ്മന്തി, മുതിരപ്പുഴുക്ക്.